കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ മുതിർന്ന CPIM നേതാവ് പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ബംഗാളിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 2001-ലും 2006-ലും തുടർച്ചയായി പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രിയായി 2 തെരഞ്ഞെടുപ്പുകളെയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. 2000 മുതൽ 2011 വരെ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രിയായി ബുദ്ധദേവ് ഭട്ടാചാര്യ തുടരുകയും ചെയ്തിരുന്നു. 2019 മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ മാറി നിന്നത്. 2019 ശേഷം പിന്നീട് പൊതുപരിപാടികളിലൊന്നും തന്നെ അദ്ദേഹത്തെ കണ്ടതുമില്ല. ജ്യോതി ബസുവിന്റെ പിൻഗാമിയായിട്ടാണ് പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രിയായി ബുദ്ധദേവ് ഭട്ടാചാര്യ എത്തിയത്. 1944 ആയിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ജനനം. പിന്നീട് ബിരുദം ഉൾപ്പെടെ പ്രസിഡൻസി കോളേജിൽ നിന്നാണ് ബിരുദം നേടുന്നത്. യുവജന പ്രസ്ഥാനത്തിലൂടെ അടക്കം വളരെ സജീവമായി. 1971 ആണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ആയത്. 1985 കേന്ദ്ര കമ്മിറ്റി അംഗമായി. പിന്നീട് ബംഗാളിലെ മുഖം എന്നതിനപ്പുറത്തേക്ക് ദേശീയ മുഖങ്ങളിൽ ഒന്നുകൂടിയായി ബുദ്ധദേവ് ഭട്ടാചാര്യ മാറുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് വീണ്ടും ചേരുന്നുണ്ട്. രാഗേഷ്, നേരത്തെ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലെ CPIMൽ തന്നെ ചില പരിവർത്തനത്തിന്റെ സമയം കൂടിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യയുടേത് എന്ന് പറയേണ്ടി വരും. ചിലപ്പോഴെങ്കിലും അദ്ദേഹം പാർട്ടിയോട് കലഹിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിസഭയിൽ അംഗമായിരിക്കെ തന്നെയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അടക്കം ബുദ്ധദേവ് ഭട്ടാചാര്യ വിമർശിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ പാർട്ടിയിലെ കരുത്തനായിരിക്കുമ്പോൾ തന്നെ നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത നേതാവ് കൂടിയായിരുന്നല്ലോ ബുദ്ധദേവ് ഭട്ടാചാര്യ. അഭിലാഷ്, അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ 2 ഘട്ടമായി നമുക്ക് തിരിക്കാം. അതായത് കാരണം ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് 2000-ലാണ്. ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 1 വർഷം മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു. അന്ന് ജ്യോതി ബസു അനാരോഗ്യത്തെ തുടർന്ന് മാറിക്കൊടുക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. 2006 വരെ ആ കാലഘട്ടം നമുക്ക് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഒരു ഘട്ടമായി കാണാം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടം. ഇതിൽ 2000 മുതൽ 2006 വരെയുള്ള ഘട്ടത്തിൽ ബംഗാളിൽ വലിയ വികസനം, അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അതിൽ കുറേയൊക്കെ നടപ്പാവുകയും ചെയ്തു. അതുകൊണ്ടാണ് അന്ന് പല വ്യവസായ പ്രമുഖരും അടക്കം ഇന്ത്യയിലെ തന്നെ മികച്ച മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. പലരും അന്ന് അത്തരമൊരു പ്രതികരണങ്ങളൊക്കെ നടത്തുകയും വിവിധ വ്യവസായിക ശൃംഖലകളൊക്കെ തന്നെ ബംഗാളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊരു തുടർച്ചയായിട്ടാണ് ബംഗാളിലെ ജനങ്ങൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ആ സർക്കാരിനെ അവിടെ അധികാരത്തിലേറ്റുന്നത്. കാരണം 235 സീറ്റുകളിൽ 199 എന്ന് പറയുമ്പോൾ അതൊരു മൃഗീയ ഭൂരിപക്ഷമായിരുന്നു ആ സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏതൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. 235-ൽ 199 സീറ്റിലും ഇടതുപക്ഷം വിജയിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. പക്ഷേ അതിനുശേഷമുള്ള കാലയളവ് എന്ന് പറയുന്ന 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ബംഗാൾ രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് ഇടത് രാഷ്ട്രീയത്തെ വഴി തിരിച്ചുവിട്ട ഒരു കാലഘട്ടം. ആ കാലത്താണ് നന്ദിഗ്രാം സംഭവം ഉണ്ടാകുന്നത്, സിംഗൂരിൽ ടാറ്റയ്ക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാകുന്നത്. അങ്ങനെ വലിയ പ്രക്ഷോഭത്തിലേക്ക് ബംഗാൾ കടക്കുന്നതും കണ്ടു. അത് പിന്നീട് 34 വർഷത്തെ പശ്ചിമ ബംഗാളിന്റെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതാണ് കണ്ടത്. മാത്രവുമല്ല 2009 തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഏറ്റിരുന്നു എന്ന കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഭരണം തന്നെ നഷ്ടപ്പെടുകയും അവിടെ മമതാ ബാനർജി എന്ന് പറയുന്ന നേതാവ് അതുവരെ ബംഗാൾ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് പിന്നീട് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന സ്വന്തം പാർട്ടി ഉണ്ടാക്കി ബംഗാൾ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുന്നതാണ് പിന്നീടുള്ള ബംഗാൾ രാഷ്ട്രീയം കണ്ടത്. മാത്രവുമല്ല പിന്നീടുള്ള കാലയളവ് നോക്കുകയാണെങ്കിൽ ഓരോ ഘട്ടങ്ങളിലായും CPIMന് വോട്ട് ചോർച്ച സംഭവിക്കുന്നതാണ് പിന്നീടുള്ള നാളുകളിലൊക്കെ തന്നെ കണ്ടത്. ഇപ്പോൾ നിയമസഭ എടുക്കുകയാണെങ്കിൽ CPIMന് ഒരു അംഗം പോലും ഇല്ലാത്ത, ലോക്സഭയിൽ ഒരു അംഗം പോലും ബംഗാളിൽ നിന്ന് ജയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഒരു ഭരണ നാളുകളെ നമുക്ക് 2ആയി കാണാം. അതിലൊന്ന് വലിയ കയ്യടി കിട്ടിയ കാലം, 2 CPIMന്റെ പ്രത്യേകിച്ച് ഇടത് രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച ഒരു ഭരണം കൂടിയായിരുന്നു ബുദ്ധദേവിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വലിയ സജീവമായിരുന്നില്ല രംഗത്ത്. ഏറ്റവും ഒടുവിൽ 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പ്രചാരണത്തിനായി കൊൽക്കത്തയിലെത്തിയിരുന്നു. പക്ഷെ അന്ന് കാലാവസ്ഥ, പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പൊടിയും ഒക്കെ ആയതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ആ റാലി ഉപേക്ഷിച്ചുകൊണ്ട് പിന്നീട് മടങ്ങി
പോകുന്നതാണ് കണ്ടത്. അതല്ലാതെ സജീവമായ രാഷ്ട്രീയ വേദികളിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെതായ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രം എന്ന് പറയുന്നത് മുൻ പശ്ചിമ ബംഗാൾ ഗവർണർ, ഇപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗദീപ് ധൻകർ, അദ്ദേഹം വലിയ സൗഹൃദം അദ്ദേഹത്തുമായി സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴായി സർക്കാർ നൽകിയ ഒറ്റമുറി ഫ്ളാറ്റിൽ ബുദ്ധദേവനെ കാണാൻ അദ്ദേഹം പോകുമായിരുന്നു. അന്ന് ട്വിറ്ററിൽ അദ്ദേഹം ഈ ചിത്രങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാറുണ്ട്. അതാണ് ബുദ്ധദേവൻ്റെതായി പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തെ ചിത്രം. താടി നീട്ടി വളർത്തിക്കൊണ്ടുള്ള അനാരോഗ്യം അലട്ടുന്ന ഒരു നേതാവിനെയാണ് ആ ചിത്രങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നത്. തീർച്ചയായും അതാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ വന്ന ചിത്രം എന്നത് ഒരുപക്ഷെ ഇടത് അനുഭാവികൾക്ക്, CPM-ന്റെ അനുഭാവികൾക്ക്, പാർട്ടി പ്രവർത്തകർക്കൊക്കെ അവിശ്വസനീയമാകുന്ന ഒരു ചിത്രമായിരുന്നു. അതിനപ്പുറത്ത് ഊർജ്ജസ്വലനായി നടന്ന, അതായത് പ്രായാധിക്യത്തിലും ഊർജ്ജസ്വലനായിരുന്ന ഒരു നേതാവിനെയാണ് നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എപ്പോഴാണോ അദ്ദേഹം പിന്മാറിയത്, 2018 ആണ് പൂർണ്ണമായും ഏതാണ്ട് രാഷ്ട്രീയ വേദികളിൽ നിന്ന് മാറുന്നു, പൊതുപരിപാടികളിൽ നിന്ന് മാറുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 8 വർഷക്കാലം ഒരു തരം വനവാസത്തിലായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ബംഗാളിലെ തകർച്ചയ്ക്ക് ശേഷവും അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി മാറിയിരുന്നില്ല. അത് 18 അങ്ങനെ വലിയൊരു പിൻവാങ്ങലുണ്ടായത്. അതിൻ്റെ കാരണം, അല്ലെങ്കിൽ അതെന്തുകൊണ്ടായിരുന്നു, പിന്നീട് എങ്ങനെയാണ്, അതായത് മുഖ്യധാരയിൽ നിന്ന് മാറിയതിനു ശേഷം ഉണ്ടായിരുന്ന ബുദ്ധദേവ് ആരായിരുന്നു, എന്തായിരുന്നു രാകേഷ്? 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അദ്ദേഹം പിന്നീട് ഓരോ ഘട്ടമായി അദ്ദേഹം സജീവമല്ലാതാകുന്നതാണ് കണ്ടത് അഭിലാഷ്. പ്രത്യേകിച്ച് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹം ദീർഘകാലം അവധിയിൽ പോകുന്നു. പിന്നീട് അദ്ദേഹം കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുന്നതാണ് പിന്നീടുള്ള കാലയളവിലൊക്കെ തന്നെ കണ്ടത്. അദ്ദേഹം അത്രമേൽ സജീവമായിരുന്നില്ല പിന്നീടുള്ള കാലഘട്ടത്തിൽ എന്ന് പറയുന്നതാകും ഉചിതം. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് 2011 ശേഷം അദ്ദേഹം ഈ അവസാന കാലത്തായി ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്ത് 2019 അപ്പോഴേക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിനു മുമ്പ് തന്നെ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാവുകയൊക്കെ തന്നെ സ്വാഭാവികമാണ്. പക്ഷേ ബംഗാളിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അത് 34 വർഷത്തെ ഒരു ഭരണത്തിന് അന്ത്യം കുറിക്കുമ്പോൾ ആ പരാജയത്തിന് ആഴം കൂടും. അത് പാർട്ടിയുടെ അടിവേര് കൂടി അറക്കുന്നതായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം അത്രമേൽ സജീവമായിരുന്നില്ല എന്നാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ് പല നേതാക്കളും കേന്ദ്ര കമ്മിറ്റിയിലും ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലുമൊക്കെ അംഗമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹം അതിൽ നിന്ന് മാറുന്ന, അല്ലെങ്കിൽ അവിടെ പങ്കെടുക്കാതിരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു അകൽച്ച അദ്ദേഹം പാലിച്ചിരുന്നു. ആ യോഗങ്ങളിലൊക്കെ തന്നെ വിട്ടുനിൽക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും പലപ്പോഴൊക്കെയായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഉള്ള ഒരു ഘട്ടത്തിൽ പോലും CPM-ന് ബംഗാളിൽ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നന്ദിഗ്രാമും സിംഗൂരും ഒക്കെ ഉണ്ടാക്കിയ ഒരു ഡാമേജ് എന്ന് പറയുന്നത് CPM-നെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ളൊരു പ്രഹരമാണ് ആ സംഭവങ്ങളൊക്കെ തന്നെ ഏൽപ്പിച്ചത്. പിന്നീട് അവിടെ തൃണമൂൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ പോലും താഴെ തട്ടിൽ CPM-ന് അണികളുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പാർട്ടി പരിപാടികൾക്കും മറ്റും വലിയ രീതിയിൽ ആളെ കൂട്ടാൻ CPM-ന് സാധിക്കുന്നുണ്ട്. അപ്പോൾ പോലും അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾ, ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളൊക്കെ തന്നെ പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്നതാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ കാണുന്നത്. അതായത് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ ഫോഴ്സായി മാറാൻ CPM-ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരം പിടിച്ചതിന് ശേഷവും അവിടുത്തെ രണ്ടാമത്തെ വലിയ പാർട്ടി CPM തന്നെയായിരുന്നു. അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ശതമാനം നോക്കിയാൽ അത് കാണാം. ആ ഒരു ട്രെൻഡിന് വലിയ മാറ്റം വന്ന തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം കേവലം 2 സീറ്റിൽ നിന്ന് 18 സീറ്റിലേക്ക് BJP ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടു. മാത്രവുമല്ല, അവരുടെ വോട്ട് പേഴ്സൻറ്റേജ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് ഒറ്റ ശതമാനത്തിൽ, അതായത് ഒറ്റ അക്ക ശതമാനത്തിൽ മാത്രം വോട്ട് പേഴ്സൻറ്റേജ് ഉണ്ടായിരുന്ന BJP ഏതാണ്ട് 40% അടുത്ത് വോട്ട് പേഴ്സൻറ്റേജിലേക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കണ്ടു. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അവിടെ BJP വേഴ്സസ് തൃണമൂൽ കോൺഗ്രസ് എന്ന രീതിയിലേക്ക് സാഹചര്യം മാറി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുതന്നെയായിരുന്നു സാഹചര്യം. CAA അടക്കമുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് വോട്ട് സമാഹരിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു. അതിനെ വളരെ കൃത്യമായ തന്ത്രങ്ങളിലൂടെ മമതാ ബാനർജി അതിനെ മറികടക്കുന്നു. അങ്ങനെ ഒരു BJP വേഴ്സസ്
തൃണമൂൽ കോൺഗ്രസ് നിലയിലേക്ക് ബംഗാൾ രാഷ്ട്രീയം സമീപകാലത്തെങ്കിലും മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ കോൺഗ്രസും CPM ഒക്കെ തന്നെ ഭിന്നതകൾ പരിഹരിച്ചു. പ്രത്യേകിച്ച് സിദ്ധാർത്ഥ ശങ്കർ റേയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ദിരാഗാന്ധിക്കൊപ്പം വലങ്കയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയമാണ് പോലും അടിയന്തരാവസ്ഥ എന്നതുപോലും അദ്ദേഹത്തിനൊപ്പം നിന്ന സിദ്ധാർത്ഥ ശങ്കർ റേയെ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ടാണ് ജ്യോതി ബസു 77 അവിടെ ഭരണം പിടിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു വൈരമൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഈ രണ്ടു പാർട്ടികളും ഒന്നിക്കുമ്പോൾ പോലും അവിടെ ഒരു വലിയ ശേഷി അല്ലെങ്കിൽ ഒരു വോട്ട് സമാഹരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഫോഴ്സായി മാറാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ബംഗാൾ രാഷ്ട്രീയം ഇപ്പോഴെങ്കിലും പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ബുദ്ധദേവിന്റെ ഭരണത്തിന് മന്ത്രി MP രാജേഷ് ഇപ്പോൾ ടെലിഫോൺ